Hi dears, Fashion Week Designs in a beautiful collections എല്ലാവർക്കും സ്വാഗതം. ഇതിൽ വന്നിട്ട് നമ്മൾ പ്ലാറ്റിനം ഓർഗൻസ ഫാബ്രിക്കിൽ ഫുള്ളി സെൽഫ് കളർ എംബ്രോയിഡറി വരുന്ന ഒരു സെറ്റാണ് കാണാൻ പോവുക. ഫുള്ളി വർക്കാണ് ആൻഡ് യൂഷ്വലി ഉള്ള പോലെ തന്നെ 4 കളർ ഷെയ്ഡ്സിലാണ് വന്നേക്കുക. അതുകൊണ്ട് ലൈറ്റ് ആയിട്ടുള്ള ഒരു ക്രഷ്ഡ് ഫോം ആൻഡ് ഓർഗൻസ ഫാബ്രിക് ആണ്. സ്റ്റിഫ് അല്ല, ലൈറ്റ് വെയിറ്റ് ആയിട്ട് കിടക്കുന്ന ഫാബ്രിക് ആണ്. സെൽഫ് കളർ എംബ്രോയിഡറി ആണ്. അതിനകത്ത് ഇടയ്ക്കൂടെയൊക്കെ ആയിട്ട് ലൈറ്റ് സീക്വൻസിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്രീൻ വരുന്നുണ്ട്, ബ്ലൂ ഉണ്ട്, ഒരു ലൈറ്റ് ഓർക്കിഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്. 4 കളർ ഷീറ്റ്സ്. കളറ് ഗ്രീൻ ഷെയ്ഡ് ഉണ്ട്. ഫുള്ളി അത് ഫുൾ ലെങ്തും ഫുൾ വിഡ്ത്തിലും ഫുള്ളി എംബ്രോയിഡറി ആണ്. സെൽഫ് കളർ എംബ്രോയിഡറി ആണ്. നല്ലൊരു പാറ്റേൺ ആണ്. നല്ല ഫ്ലവർ എംബ്രോയിഡറി. അതിനെ ബേസ് ചെയ്തിട്ടൊരു ലീഫും ചെറിയ ബഡ്സും ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇതിന്റെ എംബ്രോയിഡറി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ലൈറ്റ് സീക്വൻസിങ്. ബാക്ക് സൈഡ് ജസ്റ്റ് ഇതുണ്ട്, ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് ക്രഷ്ഡ് ഫോം. നിങ്ങൾക്ക് ഫാബ്രിക് നോക്കുമ്പോൾ മനസ്സിലുണ്ടോ, ചെറിയൊരു ക്രഷ്ഡ് ഫോം ആണ്. എന്നാലും സ്റ്റിഫ് അല്ല, പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഫാബ്രിക്സ് ആണ്. ഇതെല്ലാം വളരെ ഫാസ്റ്റ് മൂവിങ് ഫാബ്രിക്സ് ആണ്. അതിൻ്റെ ഒരു പുതിയ ഡിസൈൻ ആണ്. ഈ ഒരു ഫാബ്രിക്കിൽ ഒരുപാട് ഡിസൈൻസ് കാണിച്ചിട്ടുണ്ട്. അതിൽ ഈ ഒരു വർക്ക് പുതിയതാണ്. സെയിം കളറിൽ വരുന്ന സാൻഡൂൺ ബോട്ടം ആണ് ഇതിൽ പെയർ ചെയ്തേക്കുക. ഇങ്ങനെ വരും. ഇതിൻ്റെ ടോപ്പ് വന്നിട്ട് ഇതിന് ലെങ്തും വിഡ്ത്തും ഒക്കെ വരുന്നുണ്ട്. ഇതാണ് ദുപ്പട്ട. ദുപ്പട്ട കണ്ടില്ലേ? ദുപ്പട്ട കാണുമ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഫാബ്രിക്കിൻ്റെ സ്റ്റിഫാണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാവും. ഇതുണ്ടല്ലോ, ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഇട്ടാലും കിടക്കും. അങ്ങനെ ഭയങ്കര സ്റ്റിഫ് അല്ല, ലൈറ്റ് വെയിറ്റ് ദുപ്പട്ടയാണ്. ഇതുണ്ട്, ചെറിയ ക്രഷ്ഡ് ഫോം ആൻഡ് ഫുൾ ആ ഒരു 2 ബോർഡേഴ്സിലും ഈ സെയിം വർക്ക് വിത്ത് സ്കാലപ്പ്. അത് ഗ്രീൻ ഷെയ്ഡിൽ തന്നെയാണ് സ്കാലപ്പ് ബോർഡർ കൊടുത്തേക്കുക. പിന്നെ ആ വർക്ക് ഇതുപോലെ ഫുള്ളി വർക്ക് ചെയ്തേക്കുന്ന ദുപ്പട്ടയാണ്. ഒരു ബ്ലൂ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡസ്റ്റി ഫിനിഷിലുള്ള ബ്ലൂ കളർ ഷെയ്ഡാണ്. വർക്ക് സെയിം ആൻഡ് ഇത് ഓർഗൻസയാണ്. ക്രഷ്ഡ് ഓർഗൻസ ആൻഡ് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ, അതായത് 1450, 540, 550 ആ ഒരു റേഞ്ച് ആയിരുന്നു ഇങ്ങനത്തേത്. ഇതിന് 1440 വരുന്നത്. ഇതേപോലെ വരും. ഒരു വെറൈറ്റി ആയിട്ടുള്ള കളർ ഷെയ്ഡാണ്. ബ്ലൂവിൽ ചെറിയൊരു ഡസ്റ്റി ഫിനിഷ് വരുന്ന കളർ ഷെയ്ഡ്. സെയിം കളറിൽ വരുന്ന ദുപ്പട്ട. ഫുള്ളി വർക്ക്. 2 ബോർഡേഴ്സും വർക്ക് ഉണ്ട് ആൻഡ് സെയിം കളർ തന്നെ സ്കാലപ്പ് ഫിനിഷ്ഡ് ആണ്. നല്ല ലെങ്തും വിഡ്ത്തും ഒക്കെ വരുന്നുണ്ട്. ഓർക്കിഡിന് തന്നെ ഒരു ലൈറ്റ് കളർ ഷെയ്ഡ് കണ്ടില്ലേ? അത് പക്ക ഓർക്കിഡ് അല്ല, കുറച്ചൊരു ലൈലാക്ക് ബ്ലെൻഡഡ് ആയിട്ടുള്ള പേസ്റ്റൽ ചാർട്ടിലുള്ള കളർ ഷെയ്ഡ്സ് ആണ്. ആൻഡ് ഇതിൻ്റെ വർക്ക് നോക്കിയോ, വളരെ ഹെവി ആയിട്ട് ഫുള്ളി സെൽഫ് എംബ്രോയിഡറി, ലൈറ്റ് സീക്വൻസിങ്. സെൽഫ് എന്ന് പറഞ്ഞാലും ഇപ്പം ബേസ് കളറിൻ്റെ ഒന്നെങ്കിൽ കുറച്ച് ഡാർക്ക് അല്ലെങ്കിൽ ലൈറ്റ്, നമുക്ക് കുറച്ചുകൂടെ ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കളേഴ്സ് ആയിരിക്കും എംബ്രോയിഡറിയിൽ കൊടുത്തേക്കുക. ദുപ്പട്ടയാണെങ്കിലും ഫുള്ളി വർക്ക്. ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടും ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ നല്ലൊരു ഓപ്ഷനാണ്. ഇതാണ് ലാസ്റ്റ് കളർ. ഇതാണ് ഇതിൽ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡ്. യെല്ലോ കളർ ഷെയ്ഡ്, ഗോൾഡൻ യെല്ലോ ഷെയ്ഡ്. വർക്ക് സെയിം, ഇച്ചിരി ഡാർക്ക്. ബാക്കിയെല്ലാം കുറച്ചുകൂടെ ഒരു പീസ്റ്റൽ ടോൺസ് ആണ്. ചെറിയൊരു ടസ്റ്റി ഫിനിഷ് വരുന്നുണ്ട്. ഇച്ചിരി ബ്രൈറ്റ് ആയിട്ട് നിൽക്കും. ഭയങ്കര ബ്രൈറ്റ് അല്ല, കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ കളറായിട്ട് നിൽക്കുന്ന ഷെയ്ഡ് ഇതാണ്. അപ്പോൾ ഇത്രയും കളർ ഷെയ്ഡ്സ്. വർക്ക് സെയിം വിത്ത് സാൻഡോൺ ഫാബ്രിക്കൽ ബോട്ടം. 1440 ഇതിൻ്റെ പ്രൈസ്. വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. അതും ഇന്ത്യ ഫുള്ളും ഫ്രീ ഷിപ്പിംഗ്. ആൻഡ് ഇന്ത്യക്ക് പുറത്തോട്ട് സർവീസ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഏതെങ്കിലും ഒരു വീഡിയോസിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു.